بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് റബ്ബ് പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിൽ നമുക്ക് എല്ലാ നേരവും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു പ്രധാന കാര്യമാണ് തഖ്വ എന്നുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ പേടിക്കുക. അതിന്റെ നിർവചനം അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യുക, നിരോധിച്ചത് ചെയ്യാതിരിക്കുക എന്നാണെങ്കിൽ പോലും ഒരു സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറയേണ്ടി വരും: സദാ നേരവും അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക എന്നതാണ് തഖ്വക്ക് കൊടുക്കാൻ കഴിയുന്ന മഹാന്മാർ നൽകിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു നിർവചനം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യന് അള്ളാഹു വിവേകം നൽകിയിട്ടുണ്ട്, വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവും പക്വതയും പ്രാപ്തിയും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അത് അവൻ ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളിടത്താണ് നമ്മൾ നമ്മെക്കുറിച്ച് സ്വയം വിചാരണ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇന്നത്തെ മനുഷ്യരുടെ മനോഭാവം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരുപാട് സമ്പാദിക്കാം, ഏത് വഴിയുമാവാം അതിന്. അതായത് പണം സമ്പാദിക്കുന്നിടത്തും പണത്തിന്റെ മുന്നിലും മനുഷ്യൻ മതം മറക്ക, മതം പറഞ്ഞിട്ടുള്ള വിശുദ്ധി മറക്ക എന്നത് ഇന്നത്തെ ഒരു സർവ്വസാധാരണമായ ഒരു ട്രെൻഡായി മാറി നിൽക്കാം. ഏത് വിധേനയും സമ്പാദിക്കാമെന്നൊരു ചിന്തയാണ്. ഇസ്ലാം തൊഴിലിനും സമ്പാദ്യത്തിനും ഒരുപാട് മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഏതൊരു തൊഴിലിന്റെയും മഹത്വം നിലകൊള്ളുന്നത് ആ തൊഴിൽ രംഗത്തെ തഖ്വയിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഹലാല് ഏത്, ഹറാമ് ഏത് എന്ന് വേർതിരിച്ച് അറിയുന്നതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൊഴിൽ രംഗങ്ങളിൽ അള്ളാഹുവിന്റെ ദീൻ വളരെ പ്രാധാന്യവും പ്രോത്സാഹനവും കൊടുത്തിട്ടുള്ള അധ്വാന രീതികളിൽ ധാരാളം തൊഴിൽ അവസരങ്ങൾ, കച്ചവട രീതികൾ, ജീവിതത്തിന്റെ ഉപജീവന മാർഗങ്ങൾ, സന്ധാരണ മാർഗങ്ങൾ ഖുർആനും ഹദീസും ഇങ്ങനെ ധാരാളം പറയുന്നുണ്ട്. ശ്രദ്ധേയമായ ഒന്ന് രണ്ട് തൊഴിലവസരങ്ങളെ കുറിച്ച്, മഹാന്മാരായ അമ്പിയാക്കൾക്ക് അതിലുണ്ടായിരുന്ന പാരമ്പര്യത്തെക്കുറിച്ച് ഒരൽപ്പം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരെ തൊഴിൽ ചെയ്യുന്നതിലേക്ക് പ്രാർത്ഥന കൊണ്ടും അന്വേഷണം കൊണ്ടും തയ്യാറായി വരണമെന്നുള്ള പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നതായി ആ ഹദീസിൽ പറയുന്നുണ്ട്. നമുക്ക് വഴിയെ ഇൻഷാ അല്ലാഹ് അത് ചർച്ച ചെയ്യാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനെ നിരുപാധികം യാചനക്ക് വിടുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ മതം പഠിപ്പിക്കലിലൂടെ ലോകത്ത് കണ്ടിട്ടുള്ളത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബ് പഠിപ്പിച്ച ഒരു തൊഴിലാണ് കൂലിപ്പണി. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കൂലിപ്പണി എന്ന് പറയുന്ന പണിയുണ്ടല്ലോ, അത് വലിയ ശ്രേഷ്ഠതയുള്ള ജോലിയാ. കൂലിപ്പണിക്ക് വലിയ മഹത്വം ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ പറയാറുണ്ടല്ലോ, അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്, എന്റെ വാപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ജോലി ചെയ്ത് ചെറിയ വരുമാനത്തിൽ കുടുംബം കൊണ്ട് നടന്ന ആൾ. കൂലിപ്പണിക്ക് മഹത്വമുണ്ടെന്ന് പഠിപ്പിക്കാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ല അൻ യഹ്തതിബ അഹദുകും ഹസ്മതൻ അലാ ളഗ്രിഹി ഖൈറുൻ ലഹു മിൻ അൻ യസ്അല അൻ-നാസ അഅതൂഹു ഔ മനഊഹു.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ ഒരു കെട്ട് വിറക് ശേഖരിച്ച് അത് ചുമലിൽ ചുമന്നുകൊണ്ട് നടന്ന്, അവന്റെ മുതുകിൽ ചുമന്നുകൊണ്ട് നടന്ന് അത് വിറ്റുകൊണ്ട് കുടുംബം പുലർത്താൻ പോവുക എന്നതും, ഒരു മനുഷ്യൻ നിരുപാധികം എനിക്ക് ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി ജോലിയും പണിയുമില്ല, കടബാധ്യതയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പിരിവിനിറങ്ങലും, അങ്ങനെ പറയാലോ, പിരിവിനിറങ്ങാ, യാചനക്കിറങ്ങാ, ഇത് രണ്ടും തമ്മിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താരതമ്യം ചെയ്തിട്ട് ഏറ്റവും ഗുണകരവും ഏറ്റവും റബ്ബിന്റെ ഇഷ്ടം സമ്പാദിക്കാനും പറ്റുന്ന കാര്യം യാചനക്ക് പോവലല്ല, നീ വിറക് ശേഖരിച്ച് കെട്ടുവിറക് വിറ്റ് ജീവിക്കാനാണ് നിനക്ക് പറ്റുമെങ്കിൽ നീ അങ്ങനെ ചെയ്തോ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാചനക്ക് പോയ ജനങ്ങൾ ഒരുപക്ഷെ ഒരുപാട് കൊടുത്തേക്കാം, കൊടുക്കാതിരിക്കാം, അതൊക്കെ യാചനയുടെ വഴിയാണ്. പക്ഷെ അതിലും ഖൈറായ വഴി നീ വിറക് കെട്ട് ശേഖരിക്കാൻ, ധാരാളം വിറക് ശേഖരിക്കാൻ പറ്റുന്ന ജനങ്ങൾക്ക് വിറക് ഒരു വിലയുമില്ലാതെ വരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും വിറക് ശേഖരിക്കലാണ് നിന്റെ ജോലിയെങ്കിൽ അതിൽ ഖൈറുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതൊരു കൂലിപ്പണിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ തൊഴിലാണ്. കൂലിപ്പണിക്ക് മഹത്വമുണ്ട്. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. എല്ലാ നബിമാരും പോയിട്ടുണ്ട്. ഇബ്നു മാജ തങ്ങൾ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടോ, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റാഇയ ഗനമിൻ ഖാല ലഹു വസുഹാബുഹു വഅൻത യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഹബീബ് പറഞ്ഞു, ലോകത്ത് വന്നുപോയ എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് വന്നു പോയ എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ആടിനെ മേക്കാത്ത നബിമാരൊന്നും വന്നില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങയുടെ ജീവിതത്തിലും ആട് മേച്ച ഒരു കാലമുണ്ടായിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ചില്ലറ നാണയങ്ങൾക്ക് വേണ്ടി. ഖറാരീത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആടിന് ഒരു ഖീറാത്ത് പ്രതിഫലം. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദീനാറിന്റെ 20-1, ഒരു ദീനാറിന്റെ 20-1, ഒരു ആടിന് ഒരു ദീനാറിന്റെ 20-1 കൂലി നിശ്ചയിച്ചുകൊണ്ട്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ജംഉ ഖീറാത്തിൻ വഹുവ ജംഉ ഖീറാത്തിൻ വഹുവ മിൻ അജ്സാഇ ദീനാരി വഹുവ നിസ്ഫു ഉശ്രിൻ ഫി അക്സരിൽ ബിലാദ്. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നത്, ചില നാടുകളിൽ ഒരു ദീനാറിന്റെ 20-1, 10-1 പകുതി, അതായത് 20-1. ഒരു ആട് മേയ്ക്കാൻ ഒരു ദീനാറിന്റെ 20-1 കൂലി. അതായത് 20 ആടിനെ വെച്ചിട്ടാണ് ഒരു ദീനാർ കണക്കാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വാങ്ങിയ കൂലി ഏതാ? അപ്പോ കുറെ ആടുകളുള്ള ഒരാൾക്ക് ഹബീബായ നബി തങ്ങൾ 20 ആടിന് ഒരു ദീനാർ എന്ന കണക്കിൽ, ഒരാടിന് 20-1, ഇങ്ങനെ കൂലി പറഞ്ഞ് ഒരു കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ കൂലിപ്പണിയിൽ മഹത്വമുണ്ട്. അത് അമ്പിയാക്കൾ ചെയ്തതാണ്. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ഈ കൂലിപ്പണി ചെയ്തിട്ടുണ്ടെന്ന ആടുമേക്കുന്ന ഹദീസ് പറയുന്നതിലൂടെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഈ കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും ഹറാമായ ജോലികളിലേക്ക് പോവാതെ കൂലിപ്പണി കൊണ്ടും നമ്മുടെ ആവശ്യം നിറവേറ്റാൻ നമുക്ക് സാധ്യമാവുമെങ്കിൽ അതും ഈ മതം പ്രോത്സാഹിപ്പിക്കുകയാ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി കേട്ടോളൂ, നല്ല വരുമാനത്തിനും അഭിവൃദ്ധിക്കും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ജോലി രംഗത്ത് ദുആ വർദ്ധിപ്പിക്കുക. നല്ല വരുമാനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ജോലി രംഗത്ത് നമുക്ക് ദുആ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഒരു കൂലിപ്പണിക്കാരൻ അള്ളാഹുവോട് ദുആ ഇറന്ന അള്ളാഹു ഉത്തരം ചെയ്യും. കേട്ടോളൂ, നല്ല വരുമാനത്തിനും അഭിവൃദ്ധിക്കും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ദുആഇന്റെ എല്ലാ പക്വതയോടും കൂടി ദുആ ചെയ്യുക. അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് ദുആ ചെയ്യുക. കേട്ടോ, ഹദീസ് പറയാൻ പോവാ. മഹാനായ ഇമാം ഇബ്നു മാജ അടുത്ത സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്, അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ വാജ്മിലു ഫിത് ത്വലബി.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഓ ജനങ്ങളെ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് തന്നെയാ, ഏത് തൊഴിലിന്റെയും മഹത്വം നിലകൊള്ളുന്നത് തൊഴിൽ രംഗത്തെ തഖ്വയിലാണ്, അള്ളാഹിനെ സൂക്ഷിക്കുന്നതിലാണ്. അള്ളാഹിനെ സൂക്ഷിക്കുക തൊഴിൽ രംഗത്ത്. ഇതും റസൂലുള്ളാഹി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, തൊഴിൽ രംഗങ്ങളിൽ അള്ളാഹിനെ സൂക്ഷിക്കണേ. പിന്നെയോ വഅജ്മിലൂ ഫിത്തൊലബി, നിങ്ങൾ ജോലി രംഗങ്ങളിൽ അള്ളാഹുവോട് ദുആ കൂടുതൽ ചെയ്യണേ. ഏത് ജോലിയാണെങ്കിലും ഏത് കച്ചവടമാണെങ്കിലും കൂടുതൽ ദുആ ചെയ്യണം. ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ വഇൻ അബ്തഅ അൻഹാ. ഹബീബ് പറയുന്നു, അല്ലാഹു നമുക്ക് നിശ്ചയിച്ച റിസ്ഖ് ഉണ്ടല്ലോ, അത് ഈ ജോലി ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന് അല്ലാഹ് നിശ്ചയിച്ചതാണ്. ആ ജോലി ചെയ്താലേ അത് കിട്ടൂ. അയാൾ അത്ര കാലം കച്ചവടം ചെയ്താലേ ഒരു സമയം വരുമ്പോൾ അയാൾ രക്ഷപ്പെടൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പിന്തിയാൽ പോലും നിങ്ങൾ അള്ളാഹുവോട് ജോലി രംഗത്ത്, കച്ചവട രംഗത്ത്, ബിസിനസ് രംഗത്ത് അള്ളാഹുവോട് ചോദിക്കാനുള്ള ബറക്കത്തിൽ, ചോദ്യത്തിൽ കുറവ് വരല്ലേ. നല്ല വരുമാനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നിങ്ങൾ നല്ല മനോഹരമായ ദുആ, ഭംഗിയുള്ള ദുആ അള്ളാഹുവിലേക്ക് വിടണേ. നല്ല ദുആ, പക്വതയുള്ള ദുആ. അതെങ്ങനെയാണെന്നറിയോ? അപ്പൊ കച്ചവടക്കാരനായാലും കൂലിപ്പണിക്ക് പോണവനാണെങ്കിലും ഇങ്ങനെ ദുആ ഇറക്കണം. അല്ലാഹുവേ, ആദ്യം ഹംദ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കണം. എന്ത്? അള്ളാഹു ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറയണം. പടച്ചറബ്ബേ, നീ എനിക്ക് ആരോഗ്യം തന്നു അല്ലാ, ഈമാൻ തന്നു അല്ലാ, ദുആ ചെയ്താലേ എനിക്ക് ഗുണമുള്ളൂ എന്ന ബോധം തന്നു അല്ലാ, ഹിദായത്ത് തന്നു അല്ലാ. ഒരുപാട് റബ്ബ് തന്നത് കുറേ ഉണ്ടല്ലോ. ഒരു 100 അങ്ങോട്ട് പറയാ, അത് കഴിഞ്ഞിട്ട് അവസാനം പറയാ, പടച്ചോനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ കച്ചവടം ചെയ്യാനും ഈ ജോലിക്ക് പോകാനൊക്കെ നീ എനിക്ക് തൗഫീഖ് തന്നു, എന്നാലും റബ്ബേ എനിക്ക് ബർക്കത്ത് വേണമല്ല. അവസാനം നമ്മൾ ചെയ്യുന്ന ജോലി സംബന്ധമായിട്ടുള്ള ഇനി റബ്ബിന്റെ മുന്നിൽ വെക്കേണ്ട പുതിയ ആവശ്യം ചോദിക്കാം. ആ ആവശ്യം ചോദിക്കുന്നതിന് മുമ്പായിട്ട് റബ്ബ് നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ എമ്പാടും അങ്ങോട്ട് നിരത്താം. നമുക്ക് ഓർമ്മ വന്നത് മുഴുവൻ ഇങ്ങനെ എണ്ണി എണ്ണി റബ്ബിനോട് നീ തന്നതാണ്, നീ തന്നതാണ്, നീ തരാതെ വേറെ ആരും തരൂല, നീ തന്നത് തടയാനാരുള്ള. അങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്തി പുകഴ്ത്തി അള്ളാഹ് തന്ന നിഅമത്തുകളെ അനുസ്മരിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അങ്ങനത്തെ ദുആ. അങ്ങനത്തെ ദുആക്ക് വേഗ ഇജാബത്തുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ദുആ ഇറക്കാം. അങ്ങനെ ദുആ ഇറന്നിട്ട് അതാണ് ഈ ഹദീസിൽ പറഞ്ഞത്, അജ്മിലു ഫിത്തൊലബി, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ, നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ, നിങ്ങളുടെ ജോലി മേഖല ഏതാണെങ്കിലും അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന്റെ പരിപൂർണതയിലേക്ക്, അതിന്റെ മനോഹാരിതയിലേക്ക്, അതിന്റെ ഭംഗിയിലേക്ക് നിങ്ങൾ പക്വത കാണിക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ പിന്നെ പറഞ്ഞു, വഅജ്മിലു ഫിത്തൊലബി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇറക്കുന്നോടത്ത് നിങ്ങൾ നല്ലോണം നല്ല പക്വതയിൽ ദുആ ചെയ്യണം. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ പക്വതയിൽ ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹ് തന്ന അനുഗ്രഹങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ദുആ ഇറക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദൂ മാ ഹല്ല, എന്നിട്ടോ ഹലാല് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഹലാല് സൂക്ഷിക്കണം, ഹറാമും സൂക്ഷിക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വദഉ മാ ഹറുമ, ഹറാമായത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. ഹലാല് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഹലാല് എടുത്തോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജ തങ്ങൾ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ജോലി രംഗത്ത്, കൂലിപ്പണി രംഗത്ത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കൂലിപ്പണി ചെയ്തോ, അള്ളാഹുവോട് ബർക്കത്ത് ചോദിച്ചോ, ബർക്കത്ത് വേഗം കിട്ടും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസും കൂടി പറയാം. മഹാനായ ഇമാം ഇബ്നു മാജ തന്നെ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അനിൽ മിഖ്ദാം ഇബ്നു മഅദി കരീബ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കസബ റജുലു കസ്ബൻ അത്യാബ മിൻ അമലി യദിഹി, കൈത്തൊഴിലിനേക്കാളും പരിശുദ്ധമായ ഒരു തൊഴില് വേറെ കാണൽ പ്രയാസമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരിക്കൽ ഒരു കരിങ്കല്ല് പണിക്കാരനായ ഒരാളെ കണ്ടു.
പാറക്കല്ല്, കരിങ്കല്ല് പണിയുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് അദ്ദേഹം ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക, വലിയ വലിയ കുന്നും പ്രദേശത്ത് അദ്ദേഹം ഇങ്ങനെ മതില് കെട്ടിക്കൊടുക്കുക, കരിങ്കല്ല് വെച്ചിട്ട്. നല്ല അധ്വാനമുള്ള പണി, എപ്പോഴും കൈ മുറിയാൻ സാധ്യതയുള്ള കരിങ്കല്ല് ഇങ്ങനെ പിടിച്ചു പിടിച്ച് കരിങ്കല്ല് പോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കൈയിന്റെ തഴമ്പ്. എന്നിട്ട് അദ്ദേഹം ആ കൈ എന്റെ കൈ തന്നിട്ട് ഞാൻ അങ്ങനെ പിടിച്ചു നോക്കി. എന്റെ കൈയൊക്കെ വെച്ച് നോക്കുമ്പോ കൈ, നമ്മുടെയൊക്കെ കയ്യിലൊന്നും തഴമ്പുണ്ടാവില്ലല്ലോ. കരിങ്കല്ല് പണിയുന്ന ആളുടെ കയ്യിലെ തഴമ്പ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള തഴമ്പ്. ഒരു ജോലി എപ്പോഴും കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും പിടിച്ച് ചെയ്യുന്ന, ചുറ്റിക കൊണ്ടടിച്ചും അല്ലാതെയും തൂമ്പ കളക്കുന്ന ആളുടെ കയ്യിലൊക്കെ നല്ല തഴമ്പുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുടെ കൈ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അവർ നല്ല അധ്വാനികളാ. അങ്ങനെ ഈ കരിങ്കല്ല് പണിക്കാരനായ സഹോദരൻ അദ്ദേഹത്തിന്റെ കൈ എന്റെ കൈ തന്നു. ഞാനിങ്ങനെ പിടിച്ചു. എനിക്ക് നല്ല സന്തോഷം തോന്നി. നല്ല ബലമുള്ള കൈ. ആ കൈയൊക്കെ വെച്ച് വന്ന് അങ്ങോട്ട് കൊടുത്താൽ നല്ല അടയാളം വരിക. അത്ര നല്ല പരുപരുത്ത കൈ. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഉസ്താദെ, ഞാൻ എന്ത് തന്നാലും വാങ്ങി ധൈര്യമായി തിന്നാം. എന്തുകൊണ്ട്? ഞാൻ ഈ അധ്വാനിക്കുന്നത് കൊണ്ടല്ലാതെ ഒരു ഹറാമിലേക്ക് പോവലില്ല. ഞാൻ ഈ കൂലിപ്പണി ചെയ്തും എന്റെ ഈ കയ്യിന്റെ തഴമ്പ് അതിന് അടയാളമാണ് എന്ന് പറഞ്ഞൊരു ഉഖ്റവിയായ ചിന്തയോടുകൂടെയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഈമാനുള്ള ഒരു മനുഷ്യൻ. അപ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഹദീസ് എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ തന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന, തന്റെ കൈകൊണ്ട് അധ്വാനിക്കുന്ന, തന്റെ കൈകൊണ്ട് കൈത്തൊഴിലായി ചെയ്യുന്ന ജോലിയെക്കാളും ഒരു പരിശുദ്ധമായ ജോലി മനുഷ്യന് കണ്ടെത്തൽ പ്രയാസമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ചെലവ് ചെയ്യുന്ന, തനിക്കും കുടുംബത്തിനും മക്കൾക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെലവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റബ്ബിന്റെ മാർഗത്തിലാവണം എന്ന നെയ്യത്തോടു കൂടെ, ഇതിന് പടച്ചോൻ കൂലി തരണം എന്ന നെയ്യത്തോടുകൂടി കുടുംബത്തിന് ചെലവ് ചെയ്താലും മക്കൾക്ക് ചെലവ് ചെയ്താലും തന്റെ അഭിമാനം നിലനിർത്താൻ വേണ്ടി സ്വന്തം ചെലവ് ചെയ്താലും അള്ളാഹു പൊരുത്തപ്പെട്ട രീതിക്കുള്ള ചെലവ് ചെയ്യലാണെങ്കിൽ നല്ല നെയ്യത്തുണ്ടോ, സദഖയുടെ കൂലി ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജാ തങ്ങള് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ്. അപ്പൊ കൂലിപ്പണിയിലും മഹത്വമുണ്ട്. കൂലിപ്പണിയിലും മഹത്വമുണ്ട്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒറ്റ രാത്രി കൊണ്ട് ഒരു തോട്ടം കോരി നനച്ചു, വെള്ളം കോരി നനച്ചു. ഒരു ഈത്തപ്പന തോട്ടം മുഴുവനും ഒറ്റ രാത്രി കൊണ്ട് വെള്ളം കോരി നനച്ചു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ ജോലിക്ക് കൂലി വാങ്ങി. എന്താണ് കൂലി വാങ്ങിയത്? തൊലിഗോതമ്പ് മഹാനവറുകൾ കൂലി വാങ്ങി. ആ ജോലിയോടനുബന്ധമായി കൂലി വാങ്ങി എന്ന് ഹദീസിലുണ്ട്. അപ്പോ സ്വഹാബികളും കൂലിപ്പണി ചെയ്തിട്ടുണ്ട്, നബിമാര് കൂലിപ്പണി ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ പ്രമുഖനും പ്രധാനിയും മാനവകുലം കണ്ട മൂന്നാമത്തെ മഹാൻ അള്ളാഹുവിന്റെ കലീം സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം 30 വയസ്സ് മുതൽക്ക് 40 വയസ്സ് വരെ കൂലിപ്പണിക്ക് പോയിട്ട് ആ കൂലിപ്പണിയെ മഹറായി നിശ്ചയിച്ചിട്ട്, ആ 10 വർഷത്തെ കൂലിപ്പണിയെ മഹറായി നിശ്ചയിച്ചിട്ടാണ് ആ കൂലിപ്പണി ആർക്ക് വേണ്ടി ചെയ്തു? അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കുന്നത്, നിക്കാഹ് കഴിക്കുന്നത്. ഇതെവിടെയുണ്ട്? ഖുർആൻ സൂറത്തുൽ ഖസസ്. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മഹറായി നീണ്ട 10 വർഷത്തെ കൂലിപ്പണി ചെയ്തു. ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ ആയത്തുകൾ എത്രയോ വിശാലമായ ചരിത്രം പറയുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പോലും കൂലിപ്പണിയെ മഹറായി നിശ്ചയിച്ചു. കേട്ടോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما توجه تلقاء مدين قال عسى ربي أن يهديني سواء السبيل. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മദിയൻ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലുണ്ടായ, മിസ്റിലുണ്ടായ, ഈജിപ്തിലുണ്ടായ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഒരാൾ കയ്യബദ്ധത്താൽ മരണം സംഭവിച്ച ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ പശ്ചാത്തലം വേറെ. ഏതായാലും മഹാനവറുകൾ നാട് വിട്ടു പോവാ. എങ്ങോട്ടാ പോകുന്നത്? വലമ്മ തവജ്ജഹ തിൽഖാ മദിയൻ, മദിയൻ നാട്ടിലേക്ക്. അതായത് ശുഐബ് നബി ജീവിച്ചിരിക്കുന്ന നാടാണ് മദിയൻ നാട്. മദിയൻ നാട്ടിലേക്ക് മഹാനവറുകൾ പോവുകയാണ്. ഈ മദിയൻ നാട് എന്ന നാടിന് പേര് വരാൻ കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഒരാളുടെ പേര് മദിയൻ എന്നാണ്. ആ പരമ്പരയിൽ ഒരു മദിയൻ എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ നാടും ഒക്കെ അതാണ്. ഏകദേശം ഈജിപ്തിൽ നിന്നും 8 ദിവസത്തെ വഴിദൂരമുണ്ട് ഈ മദിയനിലേക്ക്.
മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നാട് വിട്ടു പോവുകയാണ്, അതായത് ഹിജറ പോവുകയാണ്. നാട്ടിൽ ഫറോവയുടെയും പട്ടാളക്കാരുടെയും ക്രൂരമായ പീഡന താടനങ്ങൾ ഇനി പ്രതീക്ഷിക്കാം. ഇപ്പൊ മൂസ നബിയുടെ വയസ്സ് 30 കേട്ടോ. മഹാനവറുകൾ പോകുന്നു, മദിയൻ നാട്ടിലേക്ക് പോകുന്നു. 8 ദിവസത്തെ വഴി ദൂരമുണ്ട്. 8 ദിവസം സഞ്ചരിച്ചു മഹാനവറുകൾ വഴി സഞ്ചരിച്ചു കൊണ്ട് പോവാ. അപ്പൊ ദുആയിരക്കുന്നുണ്ട് അല്ലാഹുവോട്. ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅസ് സബീൽ. പടച്ചറബേ, എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയില്ല. മഹാനവറുകളോട് അള്ളാഹു പറഞ്ഞത് മദീനിലേക്ക് പോകണമെന്ന ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ വഹയിന്റെ തോന്നിക്കലാണ്. വഹി വന്നു തുടങ്ങിയിട്ടില്ലല്ലോ, 40 വയസ്സായിട്ടില്ല. അള്ളാഹു തോന്നിച്ചത് മദീനിലേക്ക് പോകാനാണ്. റബ്ബിനോട് മഹാനവറുകൾ ദുആയിരുന്നു, പടച്ചോനെ എനിക്ക് വഴി അറിയില്ല, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നീ കാണിച്ചു തരണോട്ടോ അല്ലാ. ഇരുളടഞ്ഞു നിൽക്കുന്നോടത്ത് വെളിച്ചമാ അള്ളാഹു മഹാനവറുകൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ആ വഴിയിൽ അള്ളാഹു തആല മഹാനവറുകൾക്ക് 8 ദിവസം ഉള്ള നീണ്ടു നിൽക്കുന്ന യാത്രക്ക് വഴി കാണിക്കാൻ വേണ്ടി ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ആ മലക്കിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. വടിയും കുത്തിപ്പിടിച്ച് മലക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലൂടെ നടന്ന് വഴി കാണിച്ചു. നമ്മൾ പറഞ്ഞു വരുന്നത്, മഹാനവറുകൾ ഈ ത്യാഗം സഹിച്ചു പോയി ചെല്ലുന്ന മദിയൻ നാട്ടില് ഷുഐബ് നബിയുടെ കൂലിപ്പണിക്കാരനാവും 10 കൊല്ലം. അതിലേക്ക് ഖുർആൻ സൂചിപ്പിക്കുന്ന ആയത്തുകളും അതിന്റെ പശ്ചാത്തലമാണിത്. അങ്ങനെ മഹാനവറുകൾ മദിയൻ നാട്ടിലെത്തി. മദിയൻ നാട്ടിന്റെ അതിര് കടന്നു. മദിയൻ നാട്ടിലെ ജലാശയത്തിന്റെ സമീപം അവിടെ ചെന്നപ്പോൾ വജദ അലൈഹി ഉമ്മത്തൻ മിനന്നാസി യസ്ഖൂൻ. അവിടെ സ്വന്തം ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ കണ്ടു. അവിടെ തന്നെ ഈ തെക്കിലും തിരക്കിലും പെടാതെ അച്ചടക്കത്തോടുകൂടി മാറി നിൽക്കുന്ന ദിക്കിലും തിരക്കിലും പെടാതെ മാറി നിൽക്കുന്ന സ്വന്തം ആടുകൾ അങ്ങോട്ട് വെള്ളം കുടിക്കാൻ ധൃതി വെക്കുമ്പോൾ ആ ആടുകളെ നിയന്ത്രിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന കുറെ ആടുകളെ നിയന്ത്രിക്കാൻ 2 പെൺകുട്ടികളുണ്ട്. ഈ തെക്കും തിരക്കിലും പോയി അവരുടെ അച്ചടക്കം കളയാതെ മാറി നിൽക്കുന്നു. വെള്ളത്തിന്റെ ദാഹം വരുമ്പോൾ കൂടെയുള്ള ഈ പെൺകുട്ടികളുടെ കൂടെയുള്ള ആടുകൾ അങ്ങോട്ട് കുതിച്ചു ചാടുമ്പോൾ പിടിച്ചു നിർത്തുന്ന മിൻ ദൂനിഹിം ഇംറഅത്തൈനി തദൂതാൻ. 2 പെൺകുട്ടികൾ അച്ചടക്കത്തോടുകൂടെ കഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുക. അവരിഞ്ഞ് വെള്ളമെടുത്തൊക്കെ പോയിട്ടാണ് ഇവർക്ക് അങ്ങോട്ട് ചെല്ലാൻ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചെന്നുകൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല സഹോദരിമാരെ, നിങ്ങൾക്ക് എന്തു പറ്റി? അവരോട് ചോദിക്കാൻ അവർ കഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ വെള്ളം കുടിക്കാതെ വെള്ളം എടുക്കാതെ മാറി നിൽക്കുന്നത്? മാ ഖത്ബുക്കും, എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ? അപ്പൊ അവര് പറഞ്ഞു, ഖാലത്താ ലാ നസ്ഖീ ഹത്താ യസ്ദുറ റിആ. ഈ ആട്ടിടയന്മാർ ഇവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് പോകുന്നത് വരെ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല. കാരണം അവിടെ തിക്കിലും തിരക്കിലും ഞങ്ങൾക്ക് പെടാൻ പറ്റൂല. ഞങ്ങൾ പെൺകുട്ടികളല്ലേ, ഞങ്ങൾ മഹാനായ ഒരു നബിയുടെ മക്കളാ, അതിന്റെ അച്ചടക്കം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വാപ്പ ആവട്ടെ ഇവിടെ വന്ന് വെള്ളമെടുക്കാനും പറ്റിയ ഒരു പ്രായത്തിലല്ല. നബി പെമ്മക്കളെ പറഞ്ഞു വിടാൻ പാടില്ലല്ലോ. അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ വാപ്പാക്ക് നല്ല പ്രായമുണ്ട്, അതുകൊണ്ട് വാപ്പാക്ക് ഇവിടെ ഒന്ന് വെള്ളം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വൃദ്ധനായ വാപ്പയുടെ 2 പെൺകുട്ടികളായ ഞങ്ങൾ അച്ചടക്കത്തോടുകൂടെ ഇവിടെ വന്ന് നിൽക്കുന്നതാ. മൂസാ നബിക്ക് വല്ലാതെ വിഷമം തോന്നി. മഹാനവറുകൾ ഒരുപാട് പേര്, ഏകദേശം 20ഓളം ആളുകൾ പിടിച്ച് വലിച്ചാൽ തുറന്നു വരുന്ന ഒരു പാറ കൊണ്ട് ഈ ജലാശയത്തിന്റെ ഉറവയെ അടച്ചു വെച്ചിട്ടാ ഈ ആട്ടിടയന്മാർ പോകുന്നത്. അത് മൂസാ നബി ഒറ്റക്ക് വലിച്ച് നിവർത്തിയെന്ന 20ഓളം ആളുകൾ പിടിച്ചു വലിച്ച് നിവർത്തേണ്ട പാറയെ ഒറ്റക്ക് പിടിച്ചു വലിച്ച് നിവർത്തി അവിടുന്ന് വെള്ളം കോരി കൊടുത്ത് ഈ പെണ്ണുങ്ങൾക്ക്, ഈ 2 പെൺകുട്ടികൾക്ക്. അത്ഭുതപ്പെട്ടു പോയി. 20 പേര് പിടിച്ച് വലിച്ച് നിവർത്തേണ്ട അടച്ചു വെച്ചിരിക്കുന്ന പാറയുടെ ആ വലിയ അടപ്പിനെ മഹാനവറുകൾ ഒറ്റക്ക് വലിച്ചു നീട്ടിയപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹായത്തോടുകൂടെ മഹാനവറുകൾ, മലക്കുകൾ തള്ളിക്കൊടുത്താണ് ആ പാറ നീക്കിയതെന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഈ പെൺകുട്ടികൾക്ക് വെള്ളം കൊടുക്കാണ്. ഇരുവർക്കും മഹാനായ മൂസാ അലൈഹിസ്സലാം വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് വല്ലാത്ത ദാഹമുണ്ടായി, വല്ലാത്ത വിശപ്പുണ്ടായി. ചരിത്രത്തിന്റെ ഒരു ഉദ്ധരണിയില് ആ പാറ നീക്കാൻ 10 പേരും എന്നുള്ള ഒരു ഉദ്ധരണിയും വേറെ
വേറെയുണ്ട്, 20 പേര് എന്നുള്ള ഒരു ഉദ്ധരണിയുമുണ്ട്. ഒരു തഫ്സീറിൽ കാണുന്നത് 10 പേര് പിടിച്ചു വലിക്കണം ആ പാറ മാറ്റണമെങ്കിൽ. സാന്ദർഭികമായി ഞാനത് പറഞ്ഞതാണ്. ഏതായാലും 2 പെൺകുട്ടികൾക്കും വെള്ളം കൊടുത്തു, ആവശ്യത്തിന് അവരുടെ ആട്ടിൻപറ്റകങ്ങൾക്ക് കുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് സുമ്മത്തവല്ല മഹാനവറുകൾ ആ പെൺകിടാങ്ങളുടെ അടുത്ത് നിന്നിട്ട് മാറി നിന്നു, ആ മരത്തിന്റെ തണലിലേക്ക് മാറുന്നു. എന്നിട്ട് അങ്ങോട്ട് ദ്വാരക്കാൻ തുടങ്ങി. ഈ ഇല്ലായ്മയും വിശപ്പും പട്ടിണിയൊന്നും ആ പെൺകിടാങ്ങളെ അറിയിച്ചില്ല. മഹാനവറുകൾ ദ്വാരന്നു, പടച്ചോനെ, എന്തെങ്കിലും ഒരു റൊട്ടി കഷ്ണം കിട്ടിയാലും ഞാനൊരു ഫക്കീറിനെ പോലെ അത് സ്വീകരിക്കുമല്ല. 8 ദിവസത്തെ യാത്ര പരിചയമില്ലാത്ത നാട്ടിലൂടെ, പട്ടിണിയാണ്. അങ്ങനെ മഹാനവറുകൾ അങ്ങനെ ദ്വാരുന്നു. ഏതായാലും ദ്വാരുന്നല്ലോ, പടച്ചോനോട് ചോദിച്ചൊരു റൊട്ടി കഷ്ണ. അള്ളാഹു കൊടുത്തത് 10 വർഷത്തെ ജീവിത. അള്ളാഹുവോട് ചോദിച്ചത് ഒരു റൊട്ടി കഷ്ണമാണ്. അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചു. മൂസാ നബിക്ക് 10 വർഷത്തെ സമൃദ്ധമായ ജീവിതം കൊടുക്കാൻ പോകുന്നത്. നല്ല വയറിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ജീവിതം കൊടുത്തു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പടച്ചോന്റെ കയ്യിലുള്ള റിസ്ക് അങ്ങനെയാ. ഏത് ജോലിക്ക് പോയാലും നമ്മൾ ചോദിച്ച അള്ളാഹു വാരിക്കോരി തരും. കേട്ടോളൂ. അങ്ങനെ ഈ പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വാപ്പയോട് പറഞ്ഞു. ആ വാപ്പയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടികൾ വാപ്പയുടെ അടുക്കൽ എത്തിയത് തന്നെ വലിയ ആവേശത്തോടു കൂടിയാ. ചരിത്രത്തിൽ കാണാം, സാധാരണ അവർ വീട്ടിലെത്തുന്ന സമയത്തിന്റെയും പകുതി സമയമേ അവർക്ക് അവിടെ എത്താൻ വേണ്ടി വന്നുള്ളൂ. അത്രയും വേഗത്തിൽ അവർ ഓടിക്കിതച്ച വാപ്പാന്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ വാപ്പ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് ഈ പെൺകുട്ടികൾ ഓരോ അടയാളങ്ങളും ഒക്കെ അങ്ങ് പറയാൻ തുടങ്ങി. അപ്പൊ വാപ്പ പറഞ്ഞു, എന്നാ മക്കളിൽ ഒരാൾ പോയി അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 2 പേരിൽ ഒരാൾ ചെല്ലാണ്. അതായത് മൂത്തയാളാണ് ചെല്ലുന്നത് എന്ന് ആണ് ചരിത്രത്തിന്റെ പ്രധാന അഭിപ്രായം. ഈ 2 പെൺകുട്ടികളിൽ മൂത്തയാളുടെ പേര് അങ്ങനെയെങ്കിൽ സഫൂറ എന്നാണ് റളിയല്ലാഹു അൻഹ. മഹ്ദി അവர்கள் ചെല്ലുക. ഖുർആൻ പറയുന്നു, ആ പെൺകുട്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അച്ചടക്കത്തിന്റെ എന്താ പറയാ, നല്ല നല്ല നാണം നഷ്ടപ്പെടാത്ത സുന്ദരികളായ പെൺകുട്ടികളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ നാണമാണല്ലോ. ആ ഒരു മനോഹാരിത അവരുടെ ചരിത്രത്തിൽ കൃത്യമായി തന്നെ ഖുർആൻ വരച്ചു കാണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫജാഅത്ഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാ. നാണത്തോടുകൂടെ ആ 2 പെൺകുട്ടികളിൽ ഒരാൾ തിരിച്ചു വന്നു. വന്നിട്ട് അവള് വിളിച്ചു പറഞ്ഞു മൂസാ നബിയോട്. അപ്പൊ മരത്തിന്റെ ചോട്ടിൽ തണലും കൊണ്ട് ഇങ്ങനെ തളർന്നിരിക്കുക മൂസാ നബി. ഇന്ന അബീ യദുഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. ഞങ്ങൾക്ക് കുടിക്കാൻ, ഞങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ശേഖരിച്ച് തന്ന അങ്ങേക്ക് കൂലി തരാൻ, പ്രതിഫലം തരാൻ, അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ വാപ്പ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് വരാൻ കൽപ്പിച്ചിരിക്കാണ് ഞങ്ങളോട്. അതുകൊണ്ട് വന്നേ പറ്റൂ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ വിളി അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല എന്നാ ചരിത്രത്തിലുള്ളത്. മഹാനവറുകളാവട്ടെ, മഹാനവറുകൾക്ക് അവിടെ പോയി വാപ്പ കൂലി തരാൻ വേണ്ടി, നിങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചതിന് കൂലി തരാൻ വേണ്ടി വാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞത് മൂസാ നബിക്ക് ഇഷ്ടായില്ല എന്ന മഹാനവറുകളുടെ ചരിത്രത്തിൽ പറയുന്നത്. മഹാനവറുകള് ഈ പെൺകുട്ടിയുടെ പിന്നാലെ പോവാൻ തീരുമാനിച്ചു. കാരണം വഴി അറിയില്ലല്ലോ. മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈ പെൺകുട്ടിയുടെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു. പെൺകുട്ടി നാണത്തോടു കൂടെ വന്ന് വിളിച്ചതാ. ഒരു അച്ചടക്കമുണ്ട്. ആ നാണത്തെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നത് മുൻകൈയിന്റെ പള്ള കൊണ്ട് ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിച്ചിട്ടാ പറയുന്നതെന്നാ പറഞ്ഞു. കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ച, മുഖം പൊത്തിപ്പിടിച്ചിട്ടാ പെൺകുട്ടി നാണം കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ പൊത്തിപ്പിടിക്കുന്ന. ഇന്ന് ഏത് പെൺകുട്ടികൾക്ക് ഈ നാണമൊക്കെ ഉള്ളത്? ഒരു പെൺകുട്ടിക്കും ഇല്ല. ക്യാമ്പസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് നന്നായി നടക്കുന്നതിനേക്കാളും നന്നായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കവിതാക്കളും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് പെൺകുട്ടികൾ ആൺകുട്ടികൾ നടക്കുന്നത്. ഇതൊന്നും പുതിയ തലമുറയോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രയും ലജ്ജ നഷ്ടപ്പെട്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെടുന്നത് ദജ്ജാൽ വരാനുള്ള അടയാളമാണെന്നും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടി വിളിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലാണ്. ചെന്നപ്പോ മഹാനവറുകളോട് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
കൂലി തരുന്ന കാര്യം സംസാരിക്കാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത ഒരു ഇഷ്ടക്കുറവ് തോന്നി അതിന്. കാരണം എന്താ, മഹാനവറുകൾ ചിന്തിച്ചത് ഈ പെണ്ണ് എന്താണ് ഞാൻ അവരെ സഹായിച്ചതിന് പകരം തുല്യമായി അതിന് മറ്റൊരു പ്രതിഫലം തന്ന ആഖിറത്തിലേക്ക് ഞാൻ കണക്ക് കൂട്ടി വെച്ച ആ സേവനത്തെ ഇവള് ഇല്ലായ്മ ചെയ്യുകയാണോ എന്നൊക്കെ മഹാനവറുകൾക്ക് വല്ലാത്ത അമർഷം തോന്നിയിരുന്നു. ഇതിനിടയിൽ സാന്ദർഭികമായി പറയാം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴി അറിയാത്തത് കൊണ്ട് പെൺകുട്ടിയുടെ പിന്നാലെ നടന്നിരുന്നത്. ഈ പെൺകുട്ടി മുന്നിലൂടെ നടക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ നേരെ കാറ്റടിക്കുമ്പോൾ അവൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ താഴ്ഭാഗം പതുക്കെ പൊങ്ങുമ്പോ കാലിന്റെ കണങ്കാല് ഭാഗം കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കീഴ്പോട്ട് നോക്കി നടക്കുന്ന ആളാണ്. പക്ഷെ കീഴ്പോട്ട് നോക്കി നടക്കുന്നിടത്ത് കണങ്കാല് കാണുന്നത്, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ പിന്നാലെ ശരീരത്തിന്റെ പിൻഭാഗം നോക്കാതിരിക്കാൻ വേണ്ടി താഴേക്ക് നോക്കി നടക്കുമ്പോൾ ആ താഴേക്ക് നോക്കുന്ന നോട്ടത്തിൽ പോലും കണങ്കാലിന്റെ ഭാഗം കാണുന്നത് അനുഭവപ്പെട്ടപ്പോ മൂസാ നബി പറഞ്ഞു, പെണ്ണിനോട് പറഞ്ഞു, നീ അവിടെ നിൽക്ക് പെണ്ണേ എന്ന് പറഞ്ഞു. നീ അവിടെ നിൽക്ക, ഞാൻ മുന്നിൽ പോവാം, എനിക്ക് വഴി വളവും തിരിവും നീ പിന്നീന്ന് പറഞ്ഞു തന്നാ മതി, നീ എന്റെ മുന്നിൽ പോവല്ലേ എന്ന് മൂസാ നബി പറഞ്ഞിട്ട് ഈ പെണ്ണിനെ പിന്നിൽ നടത്തിന. അത് ആ പെണ്ണിന് വല്ലാതെ ഇഷ്ടായി. അങ്ങനെ മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ വീട്ടിലെത്തി. പെണ്ണ് പിന്നാലെ നടന്ന് മൂസാ നബി മുന്നിലായി നടന്ന് വീട്ടിലെത്തി. അങ്ങനെ ഈ പെണ്ണ് വാപ്പയോട് ഇതൊക്കെ പറയാൻ തീരുമാനിച്ചു. ഈ ക്വാളിറ്റി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്വാളിറ്റി പറയാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോഴേക്കും ഏകദേശം വൈകുന്നേര സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അത്താഴം കഴിച്ചിട്ട് പോവാമെന്ന തീരുമാനത്തിലേക്ക് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് ശുഐബ് നബി പറഞ്ഞു, ഇവിടെ ഇരിക്കും, അത്താഴം കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്താഴമൊക്കെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഈ പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തതിന് പകരം ഒരു കൂലി തന്ന് ദുനിയാവിന്ന് തന്നെ എനിക്ക് തൃപ്തിപ്പെടുത്തി ആ ആഖിറത്തിൽ കിട്ടാനുള്ളത് നഷ്ടപ്പെടുത്താൻ എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറഞ്ഞു. മൂസാ നബിയോട് ശുഐബ് നബി ചോദിച്ചു, അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ മൂസാ നബി പറഞ്ഞു, ഇന്ന അഹ്ലു ബൈത്തില്ലാ നത്ലുബു അലാ അമലി ഖൈരിൻ ഇവലാ, ഞങ്ങൾ നബി കുടുംബമാണ്, ഞങ്ങൾ അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം പാവങ്ങളെ സഹായിച്ചാൽ കൂലി വാങ്ങാൻ പാടില്ല എന്നുള്ളതാ. അതുകൊണ്ട് ഞങ്ങളുടെ ആ പാരമ്പര്യത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയിലേക്ക് പോവാൻ എന്നെ നിർബന്ധിക്കല്ലേ, കൂലി തരല്ലേ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവ് അഹ്ലു ബൈത്ത് എങ്ങനെയാന്ന് പറഞ്ഞപ്പോ മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം അവരുടെ നാട്ടിലെ പതിവ് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും പതിവില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഖൈർ അങ്ങോട്ട് ചെയ്താൽ അവർക്കൊരു ഖൈർ അങ്ങോട്ട് ചെയ്യാ എന്നതാണ് ഞങ്ങളുടെ നാട്ടിലെ പതിവ്. ഏതായാലും രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടെ ആ രാത്രി കുറെ സംസാരിച്ചു. അവിടെ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു ഒരുപാട് നേരം അങ്ങ് കടന്നുപോയി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം നാട്ടിലുണ്ടായ അനുഭവങ്ങളും ഫറോവയുടെ അനുഭവങ്ങളും അവിടെ നിന്ന് പേടിച്ചു വന്നതാണെന്നും പോരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞപ്പോ ശുഐബ് നബി പറഞ്ഞു, ലാ തഖഫ്, പേടിക്കണ്ടാട്ടോ മോനെ, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ആ ആളുകളിൽ നിന്നും പരിപൂർണമായും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടേക്ക് ആരും വരൂല, മദീനയിലേക്ക് ആരും വരൂല, ഇവിടെ കുടിക്കും. അങ്ങനെ കാട് കയറി സംസാരങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഈ വിളിച്ചുകൊണ്ടുവന്ന മൂത്ത മകള് ഇടപെടാണ്. ഖാലത്ത്, വാപ്പയോട് മോള് പറയാ, ഇഹ്ദാഹുമ യാ അബതിസ്തജിറു ഇന്ന ഖൈറ മൻ ഇസ്തജർതൽ ഖവിയുൽ അമീൻ. വാപ്പ കാട് കയറി പോവാതെ അയാൾക്കുള്ള കൂലി കൊടുത്താലും അല്ലെങ്കിലോ അയാൾ ഇവിടെ കൂലിക്കാരനായി ഒരു കൂലിപ്പണിക്കാരനായി നിശ്ചയിച്ചാലും. മഹാനായ മൂസാ നബി കൂലിപ്പണിക്കാരനായി സേവനം ചെയ്തു എന്നുള്ളതിന്റെ പശ്ചാത്തലാണ് ഇത്രയും പറഞ്ഞത്. അവിടെ കൂലിപ്പണിക്കാരനായി നിശ്ചയിച്ചാലും, കാരണം ഈ കൂലിപ്പണിക്കാരൻ ഇദ്ദേഹം ശക്തനാണ്. 10-20 ആളുകൾ പിടിച്ചു വലിച്ച് ഇറക്കേണ്ട ഒരു പാറ ആ ജലാശയത്തിന്റെ പരിസരത്ത് നിന്ന് ഒറ്റക്കെടുത്ത് മറ്റേയാളാ. നല്ല ആരോഗ്യമുള്ള മനുഷ്യനാ. മാത്രമല്ല അൽ അമീൻ, ഇദ്ദേഹം ഒരു സത്യസന്ധനാണ്. അൽ ഖവിയുൽ അമീൻ, അൽ അമീനാണ് മൂസാ നബിയുടെ ഒരു വിശേഷണമാണ് അൽ അമീൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് അപ്പോൾ മഹാനായ
ശുഐബ് നബി മോളോട് ചോദിക്കുന്നുണ്ട്, വിശ്വസ്തൻ എന്നൊക്കെ പറയാൻ എന്താ മോളെ അങ്ങനെ പ്രത്യേകിച്ച്? അപ്പൊ പറഞ്ഞു, ഞാനും ഇദ്ദേഹത്തിന്റെ കൂടെ നടന്നു പോരുമ്പോ ഇദ്ദേഹത്തിന്റെ മുന്നിലൂടെ ഞാൻ നടന്നപ്പോ അദ്ദേഹം താഴേക്ക് മാത്രം നോക്കി നടന്ന ആളായതുകൊണ്ടാണല്ലോ എന്റെ കാലിന്റെ ഭാഗം കാണേണ്ടി വന്നപ്പോ എന്നെ പിന്നിലേക്ക് മാറ്റിയിട്ട് അയാൾ മുന്നിലൂടെ നടന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ ചെന്ന് നിന്നപ്പോ ഞാനാണ് ഒരു പെണ്ണാണെന്ന് കണ്ടതിന്റെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തല പോലും ഉയർത്തി എന്റെ മുഖത്ത് നോക്കാതെ സംസാരിച്ചത്. ഇതൊക്കെ കേട്ടപ്പോ മഹാനായ ശുഐബ് നബിക്ക് ആ പെൺകുട്ടിയെ, മൂത്ത പെൺകുട്ടിയെ ഈ മൂസ നബിക്ക് കല്യാണം കഴിച്ചു കൊടുത്താലോ എന്നൊരു ആലോചന വന്നു. അപ്പോഴാണ് മൂസ നബിയോട് കൂലിപ്പണിയെ മഹറായി മഹാനായ ശുഐബ് നബി ആവശ്യപ്പെടുന്നത്. ഖാല ഇന്നി ഉരീദു അൻ ഊകിഹക ഇഹ്ദ ബനതയ ഹാതൈനി അലാ ഔ തജുറനി ثمانية حجج فإن أتممت عشرا فمن عندك. മൂസ നബിയോട് പറഞ്ഞു, ഇവിടെ കൂലിപ്പണിക്കാരനായി ഞാൻ താങ്കളെ നിശ്ചയിക്കുകയാണ്. ഞാൻ താങ്കൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കൂലി എന്തോ ആ കൂലിയെ താങ്കൾ സ്വീകരിച്ചാലും ആ സ്വീകരിച്ചിട്ട് എന്റെ മകൾക്ക് മഹറായി നിശ്ചയിച്ചാൽ എന്റെ പൊന്നുമോളെ ഞാൻ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാം. അങ്ങനെ താങ്കളെ ഞാൻ കൂലിപ്പണിക്കാരനായി ഇവിടെ നിശ്ചയിക്ക വഴി താങ്കളുടെ കൂലി എന്തോ ആ നിശ്ചയിക്കപ്പെടുന്നതിനെ എന്റെ മകൾക്ക് മഹറായി നൽകിയാൽ എന്റെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ചു തരാം. മഹറ സംസാരിക്കുന്നത് ഈ കൂലിപ്പണി ഒരു മഹറായി നിശ്ചയിച്ചു. 8 കൊല്ലം. അത് 10 പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് 10 പൂർത്തീകരിച്ചാൽ എനിക്ക് കൂടുതൽ സന്തോഷം. മൂസാ നബി പറഞ്ഞു, ഞാൻ ഏറ്റു. വമാ ഉരീദു അൻ അശുഖ അലൈക. പ്രയാസാണോ? പ്രയാസമൊന്നുമില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. ഞാൻ നന്നായിട്ട് പണിയെടുത്തോളാം. 10 കൊല്ലം ഇവിടെ നിൽക്കണം എന്നത് മൂസാ നബിയുടെ ആവശ്യവും കൂടിയാണ്. എന്നാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശുഐബ് നബിയോട് പറഞ്ഞു, ഖാല ദാലിക ബൈനി വ ബൈനക അയ്യുമൽ അജ്ലൈൻ അയ്യമൽ അജ്ലൈൻ ഖളൈതു ഫലാ ഉദ്വാന അലയ്യ. ഈ അയ്യമൽ അജ്ലൈൻ ഖളൈതു ഫലാ ഉദ്വാന അലയ്യ, ഒരു പക്ഷേ 8 അല്ലെങ്കിൽ 10, രണ്ടിലേതെങ്കിലും ഞാൻ ഒന്ന് പൂർത്തീകരിക്കുള്ളൂ. 8 വരെ നോക്കട്ടെ, 8 കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഞാൻ നിൽക്കാം. എന്നെ ഒരിക്കലും ശത്രുവായി കാണരുത്. പടച്ചോനെ സാക്ഷിയാക്കി ഇത് ഏറ്റെടുത്തു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആയുസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 10 വർഷത്തെ ഒരു കൂലിപ്പണിക്കാരനായി നിശ്ചയിച്ച് ആ കൂലിപ്പണിക്കാരൻ എന്ന റോളിൽ നിൽക്കുക എന്നതിനെ മഹറായി കണ്ട് ജീവിതത്തിന്റെ മഹർ ഈ 10 വർഷത്തെ കൂലിപ്പണി എന്ന രീതിയിൽ നിശ്ചയിക്കാൻ ഒരു പ്രവാചകൻ അള്ളാഹു പ്രാപ്തനാക്കിയത് കൂലിപ്പണിക്ക് മഹത്വമുണ്ടെന്ന് പറയാനാ. കൂലിപ്പണിക്ക് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ജോലിക്കും മഹത്വമുണ്ട്, കൂലിപ്പണിക്ക് മഹത്വമുണ്ട്. ബിസിനസ്സിന് മഹത്വമുണ്ട്, ബിസിനസ്സിന് നല്ല മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മഹാനായ ഹൂദ് നബിയും സ്വാലിഹ് നബിയും ബിസിനസ് ചെയ്തവരാണ്, വ്യവസായികളാണ്. ധനമുള്ളവൻ ആട് വളർത്തട്ടെ, ധനം കുറഞ്ഞവൻ കോഴി വളർത്തി അതിനെ വിൽക്കട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് തഖ്വയുണ്ടോ, പണം എത്ര ഉണ്ടായാലും പ്രശ്നമില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. പണം സമ്പാദിക്കണം, തഖ്വയും വേണം. ഈ 2 സമ്പാദ്യവും ഒരുമിച്ച് പോയാൽ, പണത്തിന്റെ സമ്പാദ്യവും തഖ്വയുടെ സമ്പാദ്യവും ഒരുമിച്ച് പോയാൽ ഒരു പ്രശ്നമില്ല, മനുഷ്യൻ രക്ഷപ്പെടാം. കേട്ടോളൂ, ശരീരത്തിന് ആരോഗ്യമുണ്ടാവുക എന്നത് ഒരാൾക്ക് പണമുണ്ടാവുന്നതിനേക്കാളും ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ത് കാര്യത്തിനും മനസ്സിനൊരു തൃപ്തി ഉണ്ടാവലാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജയുടെ മറ്റൊരു ഹദീസിൽ കാണാം, ഒരു നല്ല കച്ചവടക്കാരൻ കച്ചവടം ചെയ്യണം. കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ എവിടെ നിൽക്കുന്നു? ഹറാമും ഹലാലും സൂക്ഷിച്ച് ബിസിനസ് ചെയ്യുന്നവൻ എവിടെ നിൽക്കുന്നു? വിശ്വസ്തനും സത്യസന്ധനുമായ നല്ല കച്ചവടക്കാരൻ, നല്ല ബിസിനസ്സുകാരൻ ശുഹദാക്കളുടെ കൂടെയാണ്. ഖിയാമത്ത് നാളിൽ അവനെ എണ്ണപ്പെടാ, കാണപ്പെടാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇബ്നു മാജ തങ്ങൾ സുനനിൽ ഹദീസ് പറയുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ജീവിതത്തിൽ പല റോളും നമ്മൾ അനുഭവിക്കേണ്ടി വരും, പല റോളും നമ്മൾ ചെയ്യേണ്ടി വരും. കച്ചവടം ചെയ്യേണ്ടി
വരും, ബിസിനസ്സുകാരനാവേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാ. ചിലപ്പോ കൂലിപ്പണിക്കും പോവേണ്ടി വരും. അതിലൊക്കെ അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹു സഹായിക്കും. അള്ളാഹു സഹായിക്കട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ നീ സ്വീകരിക്ക് തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പുറം വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ശാരീരിക പ്രയാസങ്ങളുള്ള ഈ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും അവർക്കും ഞങ്ങൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും നീ പരിപൂർണമായും ശിഫ ആക്കണേ തമ്പുരാനെ. ഖൈറിലാക്കണേ അല്ലാ. അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. മരുമകന് സുഖമില്ല, ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പക്ഷേ ചികിത്സയിൽ ഒരു കുറവുമില്ല. പൈശാചിക ബുദ്ധിമുട്ടുകളാ, പ്രത്യേകം ദുആരക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ഏത് പിശാചിന്റെ പ്രയാസമാണെങ്കിലും നീ അത് ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ശരീരത്തിനും മനസ്സിനും നീ നല്ല റാഹത്ത് നൽകുക അല്ലാ. പൈശാചിക വിഷമങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. പൈശാചിക പ്രയാസങ്ങളുള്ള പലരുമുണ്ട്, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. ശിഫാ നൽകണേ അല്ലാ. ഈ പരിപാടി സ്ഥിരം കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ്. അല്ലാഹുവേ, ആഫിയത്ത് കൊടുക്കുക അല്ലാ. ഞങ്ങളുടെ പ്രവാസികൾക്ക് നീ അനുഗ്രഹം നൽകുക അല്ലാ. അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റണേ തമ്പുരാനെ. പൈശാചിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സിഹറിന്റെ ഇടങ്ങേറുകൾ, കണ്ണേറ് ബുദ്ധിമുട്ടുകളുള്ളവർ ദുആരക്കാൻ പറഞ്ഞു. ശിഫാ നൽകുക അല്ലാ. ശിഫാ നൽകണേ തമ്പുരാനെ. ഈ അടുത്ത ദിവസം ഭർത്താവിന്റെ അടുക്കലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സഹോദരിമാർ പലരും ദുആരക്കാൻ വിദേശത്തേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നവർ, റബ്ബേ നീ എളുപ്പമാക്കുക അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിൽ പങ്കെടുക്കുന്നവർ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിത സന്ധാരണ മാർഗത്തിൽ നീ പുരോഗതി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. കടമുള്ളവരുടെ തമ്പുരാനെ, കടങ്ങൾ നീ തന്നതാ വീട്ടണേ അല്ലാ. കടബാധിതയിൽ നിന്നും കരകയറ്റണേ അല്ലാ. ഉംറക്ക് പോവാൻ തയ്യാറായവരുണ്ട് റബ്ബേ, ആഗ്രഹിക്കുന്നവരുണ്ട്, ശ്രമിക്കുന്നവരുണ്ട്. വഴികൾ തുറക്കണം അല്ലാ. ഹജ്ജിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ വരുന്ന വർഷത്തെ ഹജ്ജിനായി ആഗ്രഹിക്കുന്നവർ, ശ്രമിക്കുന്നവർക്ക് കവാടങ്ങൾ തുറക്കുക അല്ലാ. കൊറോണ പോലെയുള്ളതിന്റെ ആവർത്തനം കൊണ്ട് ലോകം ഇനി വീർപ്പ് മുട്ടല്ല അല്ലാ. നീ തൗഫീഖ് നൽകുക അല്ലാ. ഞങ്ങളുടെ ആയുസ്സിന്റെ അവസാനം കലിമ ചൊല്ലി മരിക്കും വിധം റബ്ബേ നീ ബറക്കത്തിലും റാഹത്തിലുമാക്കി തരണേ അല്ലാ. ആഖിബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. തമ്പുരാനെ, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. എല്ലാവർക്കും പരിപൂർണ മഗ്ഫിറത്ത് നൽകുക അല്ലാ. മർഹമത്ത് പ്രദാനം ചെയ്യുക അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.